പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ നിങ്ങളുമായിട്ട് തിരുവചനം പങ്കുവെക്കുവാൻ ഇടയാക്കിയ സ്വർഗ്ഗത്തിലെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി മയങ്ങാതെ ഉറങ്ങാതെ ജാഗരിക്കുന്ന സ്വർഗത്തിലെ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. ഹല്ലേലൂയ. എൻ്റെ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഒരിക്കലും ഭാരപ്പെടരുത്, ഒരിക്കലും നിരാശപ്പെടരുത്. ഹല്ലേലൂയ. ഈ ദൈവസാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട് പ്രിയപ്പെട്ടവർ. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസത്തോട് കൂടെ ആയിരുന്നാട്ടെ. നമുക്കറിയാം, ഈ ലോകത്തിൽ അനേകം മനുഷ്യരുണ്ട്. പല രീതിയിൽ നടക്കുന്നവർ, പല രീതിയിൽ ജീവിക്കുന്നവർ, പല ടൈപ്പിലുള്ള ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ വ്യത്യസ്തരാണ്. നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. ഹല്ലേലൂയ. അവന് പ്രിയപ്പെട്ടവർ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. ഹല്ലേലൂയ. എന്തുറപ്പാണ്? ഈ ദൈവം നിന്നെ കരുതുന്നു, ഈ ദൈവം നിന്നെ താങ്ങും. ഒരുപക്ഷെ നീ ഭാരപ്പെടുമ്പോൾ, നീ ലോകമാകുന്ന വാരിധിയിൽ പറന്ന് നിന്റെ ചിറക് തളരുമ്പോൾ നിന്റെ കീഴെ ശാശ്വത ഭുജമുണ്ട് കേട്ടോ. നിന്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഭുജം. നീ തനിച്ചോടാം, തനിച്ച് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചോടുമ്പോൾ ഒരു പക്ഷേ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. നീ ഒരു ദൈവയിലാണോ, എൻ്റെ ദൈവം നിന്നെ കൈവിടത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. ഹല്ലേലൂയ. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ നമുക്കായിരിക്കാം, മനോഭാവത്തോടുകൂടി ആയിരിക്കാം. നമുക്കറിയാം, സുവിശേഷത്തിൽ മാർത്തയും മറിയയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യേശു കർത്താവ് ആ ബഥാനിയിൽ അവരുടെ ഭവനത്തിലായിരിക്കുമ്പോൾ മാർത്ത ഒരുപക്ഷെ അടുക്കളയിലെ ജോലിയിൽ വ്യാപൃതയായി. മറിയെ കാണുന്നില്ല. നോക്കിയപ്പോൾ മറിയ യേശു കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ്റെ വചനം കേൾക്കുകയാണ്. ഈ സമയം മാർത്ത പരിഭവമായി യേശു കർത്താവിൻ്റെ അരികിൽ വരുമ്പോൾ യേശു കർത്താവ് പറഞ്ഞ വാചകമാണ് ഞാൻ പറഞ്ഞത്. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവവചനമാണ് നല്ലത്. ആ ദൈവവചനത്തിൻ്റെ മുമ്പിലായിരിക്കും നമ്മൾ. ഹല്ലേലൂയ. ആ മനോഭാവത്തോടുകൂടി ആയിരിക്കാം. എന്താണെന്നറിയാമോ? ദൈവവചനം ആത്മാവും ജീവനുമാണ്. ഹല്ലേലൂയ. അത് ഹൃദയങ്ങളെയും അസ്ഥി മജ്ജകളെയും തുരന്നു ചെല്ലുന്നതായി ദൈവവചനം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ദൈവവചനത്തിൻ്റെ മധ്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഈ ദൈവവചനമാണ് നമ്മളെ ഈ ഭൂമിയെ തന്നെ താങ്ങി നിർത്തുന്നത്. നിങ്ങൾക്കറിയാം, ഈ ഭൂമി ശൂന്യതയിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഭൂമി ശൂന്യതയിൽ തൂങ്ങിക്കിടക്കുക. എങ്ങനെ? ദൈവത്തിൻ്റെ വചനം അതിനെ താങ്ങി നിർത്തണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഈ ദൈവവചനമായി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദൈവം കൽപ്പിച്ചു. ദൈവത്തിൻ്റെ വചനമാണ് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത്. ഹല്ലേലൂയ. ആ വചനത്തിൻ്റെ മുമ്പിൽ നമ്മളായിരിക്കുന്നു എന്നുള്ള മനോഭാവത്തോടുകൂടി പ്രിയപ്പെട്ടവരെ നമുക്കായിരിക്കണം. ഈ വചനം നമ്മളെ ജീവിപ്പിക്കുന്ന വചനമാണ്. ഈ വചനം നമുക്കൊരു ആത്മീയ വർധന വരുന്ന വചനമാണ്. ഈ ദൈവവചനം ഭാവിയെ മാനസാന്തരപ്പെടുത്തുന്ന വചനമാണ്. ഹല്ലേലൂയ. കല്ലായുള്ള ഹൃദയങ്ങളെ മാംസളമാക്കുന്ന ഈ ദൈവവചനം. ഹല്ലേലൂയ. ആ ഒരു വിശ്വാസത്തോടെ ആയിരിക്കാം. ഇന്ന് നമുക്ക് ധ്യാനിക്കാനുള്ള ദൈവവചനം ഗലാത്യ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അതിങ്ങനെ വായിക്കപ്പെടുന്നു: സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിലുറച്ചു നിൽക്കുക. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ഇതിലുറച്ചു നിൽക്കുക. അടിമനുഖത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകരുത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ദാറ്റ് മീൻസ്, എന്താണ് അതിനർത്ഥം? സ്വാതന്ത്ര്യമില്ലാത്തവരായിരുന്നു എന്നാണ് നമ്മുടെ അർത്ഥം. ഹല്ലേലൂയ.
നമ്മൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവരാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഏതാണ്ട് 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം പ്രാപിച്ചെന്ന് ചരിത്രം പറയുന്നത്. ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചോരയും നീരും ജീവനും ഒക്കെ വീണതാണ് ഈ രാജ്യത്ത്. അങ്ങനെ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചത്. ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത്. ആത്മീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മനസ്സിലാവുന്നുണ്ട്. അതാ പറയുന്നത്, സ്വാതന്ത്ര്യനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയത്. എങ്ങനെയാണ് ക്രിസ്തു സ്വതന്ത്രരാക്കി നമ്മളെ? പാപത്തിൻ്റെ മരണത്തിൻ്റെ അടിമകളായിരുന്നു നമ്മെ യേശു കർത്താവ് കാൽവരി കുരിശിൽ അവൻ്റെ പരിശുദ്ധ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയൊരാ സ്വാതന്ത്ര്യം തന്നത്. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ് നമ്മളെ സ്വതന്ത്രരാക്കിയത്. ആ പരിശുദ്ധ രക്തം നമ്മളെ കഴുകുമ്പോൾ, അവൻ്റെ പരിശുദ്ധ രക്തം നിന്നെ കഴുകുമ്പോൾ നീ സ്വാതന്ത്ര്യം പ്രാപിക്കും. ഹല്ലേലൂയ. നീ പാപത്തിൻ്റെ, പിശാചിൻ്റെ, ശാപത്തിൻ്റെ അടിമയായിരുന്നു പ്രിയപ്പെട്ടവർ. ഹല്ലേലൂയ. അതുകൊണ്ട് ആ വചനം പറയുന്നത്, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പില്ല. നീ സ്വാതന്ത്ര്യം പ്രാപിച്ചാണോ ആ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽപ്പാനാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? അതിൻ്റെ അടുത്ത സെൻറ്റൻസ് പറയുന്നത്, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നിന്നെ കുടുക്കാൻ, അവൻ്റെ നുഖത്തിൻ്റെ കീഴിൽ കൊടുക്കാൻ ദുഷ്ടനായ പിശാച് നോക്കിയിരിക്കും. പല രീതിയിൽ നിന്നെ കൊടുക്കും. ഹല്ലേലൂയ. അവൻ്റെ നുഖത്തിൻ്റെ കീഴിൽ ആയിപ്പോയാലുള്ള പ്രത്യേകത നിനക്കറിയാമോ? നിന്റെ സ്വാതന്ത്ര്യം നിനക്ക് നഷ്ടപ്പെടും. നീ അടിമയായി പോകും. ഹല്ലേലൂയ. പലപ്പോഴും അറിയത്തില്ല മനുഷ്യന്, അവൻ പലതിൻ്റെയും അടിമയാ. ഹല്ലേലൂയ. പാപത്തിൻ്റെ അടിമയാവാന്ന് വെച്ചാൽ എന്താ അതിനർത്ഥം? റോമർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപം ചെയ്യുന്ന മരിക്കും. ഹല്ലേലൂയ. ദേഹി മരിക്കും. പാപം ചെയ്യുന്ന മനുഷ്യൻ്റെ ആത്മീക മനുഷ്യൻ മരണപ്പെടുന്നു. പിന്നെ ചത്ത മനുഷ്യനാ, മരിച്ച മനുഷ്യൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ആ കർത്താവ് പറയുന്ന തിരുവചനത്തിൽ പറയുന്നത്, അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്, നിനക്ക് മരണം സംഭവിക്കുന്നു. ഹല്ലേലൂയ. പിശാചിൻ്റെ അടിമയായി പോകുന്നു. അറുക്കുവാനും മുടിക്കുവാനും കൊല്ലുവാനും അല്ലാതെ ദുഷ്ടൻ വരുന്നില്ല എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം ഇതിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നീ പാപത്തിൻ്റെ, പിശാചിൻ്റെ അടിമയായിപ്പോയ പല രീതിയിലാവും നിന്നെ ഭാരപ്പെടുന്നു. നീ ഒരുപക്ഷെ രോഗത്തിൻ്റെ അടിമയായി പോകുന്നു. നീ അസമാധാനത്തിൻ്റെ അടിമയായി പോകും. ഹല്ലേലൂയ. നീ ദുഷ്ടതയുടെ അടിമയായി പോകും. ദുഷ്ടൻ്റെ അടിമയായി പോകും. അടിമത്തം ഭീകരമാകും. ഈ ഫിസിക്കൽ വേൾഡിൽ അടിമത്തം ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പിശാചിൻ്റെ അടിമത്തത്തിലായി ഇന്ന് പലരും. നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ പോകുക പ്രിയപ്പെട്ടവർ. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നറിയാം? ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. ആ സ്വാതന്ത്ര്യം നിനക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ പോവുകയാണ്. വീണ്ടും അതിൻ്റെ 16-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ലെന്ന് ഞാൻ പറയുന്നു. നമ്മളിൽ പാപം ജനിക്കുന്ന എവിടാണെന്നറിയാം? ജഡത്തിലാണ്. റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു, മനുഷ്യൻ്റെ ബുദ്ധിയിലാണ് പാപം ജനിക്കുന്നത്. ആ ബുദ്ധിയുടെ പേര് നികൃഷ്ട ബുദ്ധി എന്നാണ്. ആ പാപം മരണത്തെ പെടുന്ന ദൈവജനം പറഞ്ഞു. നേരത്തെ പറഞ്ഞ തന്നെ ഞാൻ പറയുന്നു. പാപം എപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നത്? എൻ്റെ ചിന്തയിലായാലും പ്രവൃത്തിയിലായാലും മരണപ്പെടുന്നു. ആര്? അവനിലെ ആത്മീക ദൈവിക മനുഷ്യൻ മരണപ്പെടുന്നു. പല വ്യക്തികളും മരിച്ചവരായി ഇന്ന് ജീവിക്കുന്നത് അറിയുന്നില്ല. അവൻ ജഡത്തിൻ്റെ പ്രവൃത്തി അധീനരാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ വചനത്തിൽ പറയുന്നത്, ആകയാൽ
ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും. ഏതാത്മാവിനെ? ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കാനാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുക. എന്തുകൊണ്ടാണെന്നറിയാമോ? എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കില്ല എന്ന് ഞാൻ. എന്നുവെച്ചാൽ ജഡമോഹം, ജഡത്തിൻ്റെ മോഹത്തിന് അനുസരിച്ച് നടന്നാൽ, ജഡത്തിൻ്റെ മോഹമാണ് ഈ ലോകത്തിൽ സംഭവിക്കുന്നതെല്ലാം. പല പല കാര്യങ്ങൾ ജഡമോഹങ്ങളിൽപ്പെട്ട് പോവാണ്. പക്ഷേ അത് ചെയ്യാതിരിക്കണോ? എന്ത് വേണമെന്നറിയാമോ? ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലുണ്ടോ പ്രിയപ്പെട്ടവരെ കേൾക്കുന്നവർ? നീ ഒരു ദൈവവൈതലാണോ? അതോ പേരിന് മാത്രമുള്ള ഒരു ക്രിസ്ത്യാനിയാണോ? നീ പേരിന് മാത്രമുള്ള ഒരു വിശ്വാസിയാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവുണ്ടോ? ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, വിശ്വാസത്താൽ ആ കാൽവരി കുരിശിൻ്റെ ചുവട്ടിലേക്ക് പോകട്ടെ. കർത്താവിൻ്റെ പാദത്തിൽ കെട്ടിപ്പിടിച്ച് അവനോട് പറയാം, പരിശുദ്ധനെ, ഞാൻ നിൻ്റെ പൈതലെ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ കർത്താവേ. ഇന്ന് നിനക്ക് വേണ്ടി കാൽവരി അവിടെ ഉണ്ട്, വിശ്വാസത്തിൻ്റെ ഒരു കാൽവരി. ഇന്നും ആ പരിശുദ്ധ രക്തം ഒഴുകിക്കൊണ്ടേയിരിക്കുക. എൻ്റെ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി, നിന്നെ അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം തരുവാൻ വേണ്ടി ഇന്ന് വിശ്വാസം നിൻ്റെ കാൽവരിയുണ്ട് പ്രിയപ്പെട്ട. ഹല്ലേലൂയ. നീ സ്വാതന്ത്ര്യം പ്രാപിക്കും. നിന്റെ ആത്മീക മനുഷ്യൻ ജീവിക്കും, വീണ്ടും ജനിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും ജനിച്ചാൽ വീണ്ടും ശിശുവായ നീ വളരണം. അപ്പോസ്തലന്റെ ലേഖനം പറയുന്നവരോട്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കുന്നു. വീണ്ടും ജനിച്ച ഒരു വ്യക്തി ദൈവവചനം കുടിച്ച് പാനം ചെയ്ത് വായിച്ച് അവൻ വളരുമ്പോൾ അവനിലെ ആത്മീക മനുഷ്യൻ വളരും. എപ്പോൾ അവനിലെ ആത്മീക മനുഷ്യൻ അവൻ്റെ ഭൗതിക മനുഷ്യനേക്കാൾ വലുതാവുന്നു, അവൻ്റെ പേരാ ആത്മീക. അവനാണ് ആത്മീക മനുഷ്യൻ. അവൻ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന പോലെ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെ അറിയാം ഈ ആത്മീക മനുഷ്യനാണെന്ന്? ആത്മാവിൻ്റെ ഫലങ്ങളിൽ നിന്നറിയാം പ്രിയപ്പെട്ടവരെ. അതും ഗലാത്യ ലേഖനത്തിൽ പറയുന്നു. എന്താണ് ആത്മാവിൻ്റെ ഫലങ്ങൾ? ഹല്ലേലൂയ. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇന്ദ്രിയജയം. ഇതെല്ലാം ആത്മാവിൻ്റെ ഫലങ്ങളിൽ പെടുന്നു. ഇതൊക്കെ ഉണ്ടോ നിൻ്റെ ഉള്ളിൽ? സ്നേഹമുണ്ടോ പ്രിയപ്പെട്ടവരെ? സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നിന്റെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ ദൈവാത്മാവ് നിന്നിലില്ല. സന്തോഷിക്കുന്നവരാണ്. ദൈവസാന്നിധ്യത്തിൽ സന്തോഷിക്കുന്നുണ്ട്. ദൈവദിനം കേൾക്കാൻ സന്തോഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവാത്മാവ് നിന്നുണ്ട്. സമാധാനമുള്ളവരാണോ നിങ്ങൾ? ദൈവത്തിൻ്റെ സമാധാനം നിന്നിൽ വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നീ മറ്റുള്ളവരെ സമാധാനിപ്പിക്കുന്നവരാണോ? ദൈവാത്മാവ് നിന്നിലുണ്ട്. ഹല്ലേലൂയ. ദീർഘക്ഷമയുള്ളവളാണ് നീ. ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? നിന്നോട് തെറ്റ് ചെയ്തവരോട്, നിന്നോട് പിണങ്ങിയവരോട്, നിന്നോട് പക കാണിച്ചവരോട്, നിന്നോട് ശത്രുത കാണിച്ചവരോട് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? നിന്റെ ദൈവാത്മാവുണ്ട്. ഹല്ലേലൂയ. ഒരു ദൈവത്തിൽ ക്ഷമിക്കുന്നവനായിരിക്കും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണെന്നറിയാമോ? കാൽവരി കുരിശിൽ കിടക്കുമ്പോഴും അവേദനയെ സഹിക്കുമ്പോഴും അത് ചെയ്ത വ്യക്തികളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചവനാ എൻ്റെ സ്വർഗത്തിലെ ദൈവം. ആ ദൈവം നിന്റെ ഉള്ളിൽ വസിക്കുന്നു. ക്ഷമിക്കുന്നവനായിരിക്കും. ദൈവമുണ്ടോ നിനക്ക്? മനസ്സിൽ തോന്നാറുണ്ടോ? ദൈവാത്മാവിൻ്റെ ഉണ്ട്. പരോപകാരിയാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ്. മറ്റുള്ള ഭാരങ്ങളിൽ, പ്രതികൂലങ്ങളിൽ നീ സഹായിക്കാറുണ്ട്. ദൈവാത്മാവിനുണ്ട്. ഇന്ദ്രിയജയമുണ്ടോ പ്രിയപ്പെട്ട? ഇന്ദ്രിയം, പഞ്ച ഇന്ദ്രിയങ്ങളാണ് നമ്മളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത്. ആ ഇന്ദ്രിയങ്ങളിൽ നിന്നാണ് നമുക്ക് ജഡത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെട്ട് വരും. ഇന്ദ്രിയം, കോപം, ദേഷ്യം എല്ലാം വരുന്ന ഇന്ദ്രിയത്തിൽ നിന്നാണ്. ഈ ഇന്ദ്രിയത്തെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം നിന്നിലുണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. ഈ കാര്യങ്ങൾ എല്ലാം നിന്നിലുണ്ട്. നിന്നിൽ ദൈവാത്മാവുണ്ട്. നീ ഒരു ആത്മീക മനുഷ്യനാണെന്ന് ഞാൻ പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ദൈവാത്മാവിൻ്റെ മുന്നിലായിരിക്കാം നമുക്ക്. ഒരിക്കൽ കൂടി നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുറവുകളും കുറ്റങ്ങളും
എല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീണ്ടും വചനം താഴോട്ട് വായിക്കുമ്പോൾ ജഡത്തിൻ്റെ പ്രവർത്തികൾ, ദുർനടപ്പ്, ശ്രദ്ധിക്കണം, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, തൊന്നപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വൃക്കൂത്ത് മുതലാവ എന്ന് വെളിവാണ്. മേൽപ്പറഞ്ഞ ഒന്നുകൂടെ ഞാൻ വായിക്കാം, വളരെ സൂക്ഷിച്ച് കേൾക്കണേ പ്രിയപ്പെട്ടവർ. ദുർനടപ്പ്, സെക്സ്വൽ ഇമ്മോറാലിറ്റി, അശുദ്ധി, മ്ലേച്ഛ ചിന്തകൾ, മ്ലേച്ഛ പ്രവർത്തനങ്ങൾ, അശുദ്ധിയാണ്. ദുഷ്കാമം, ഹല്ലേലൂയ. വിഗ്രഹാരാധന, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നുണ്ട്. ദൈവമാണെന്നും പറഞ്ഞ് പടങ്ങളുടെ മുന്നിലും വിഗ്രഹങ്ങളുടെ മുമ്പിലും നീ ചെന്ന് നിൽക്കുന്നുണ്ട്. ജഡത്തിൻ്റെ പ്രവൃത്തി. നിങ്ങൾക്കറിയാമോ, എൻ്റെ ദൈവം മഹത്വപൂർണനാണ്. ആ ദൈവത്തെ വരച്ച് കാണിക്കുവാൻ ഈ ഭൂമിയിൽ ഉള്ള ഒരു കലാകാരനെ കൊണ്ടും ഒക്കത്തില്ല. പ്രിയപ്പെട്ട, നിങ്ങളെ വഞ്ചിക്കുക പിശാച്, മനസ്സിലാക്കുക. ദൈവം ആത്മാവാകും. അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. എൻ്റെ ഉള്ളിലായി ദൈവം വസിക്കുന്നു. ഏതെങ്കിലും ബിംബങ്ങളുടെ പുറകെയോ ഏതെങ്കിലും പടത്തിൻ്റെ പുറകെയോ പോവല്ലേ പ്രിയപ്പെട്ടവരെ. ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. എനിക്കറിയാം, ഒരുപാട് ഇടങ്ങളിലുണ്ട് വലിയ പടങ്ങൾ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ അവരുള്ള പടങ്ങളെടുത്ത് വെച്ചിരിക്കുക ദൈവമാണെന്നും പറഞ്ഞു. സൂക്ഷിക്കുക. കൽപ്പനയുടെ ലംഘനം, ഇത് ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. എന്ന് ദൈവാത്മാവുണ്ടോ എന്ന് സംശയം. ഹല്ലേലൂയ. വിഗ്രഹാരാധന പാടില്ല. വീണ്ടും ആഭിചാരം. ഇന്ന് ആഭിചാരത്തിൻ്റെ പുറകെ ആൾക്കാർ, മന്ത്രവാദത്തിൻ്റെ പുറകെയാണ്. ക്രിസ്ത്യാനികളായ പലരും അയാൾ മന്ത്രവാദം ചെയ്തിട്ടുണ്ടോ, ഇയാൾ മന്ത്രവാദം ചെയ്തിട്ടുണ്ടോ പറഞ്ഞ് അതിൻ്റെ പുറകെ നടക്കുക. മന്ത്രവാദികളായ പ്രാർത്ഥിക്കുന്നവരുണ്ട്, മന്ത്രവാദം പറയുന്നവർ, തകിടെടുക്കുന്നവർ. ഇതൊന്നും പോവല്ലേ. യാക്കോബിനുണ്ടല്ലോ ആഭിചാരം പറ്റുകയില്ല. ഇസ്രായേലിനുണ്ടല്ലോ ലക്ഷണവിദ്യ ഫലിക്കുകയില്ലെന്നാണ് ദൈവജനം പഠിപ്പിക്കുന്നത്. നീ ഒരു ദൈവത്തിലാണോ, ഇനി ഒരു അഭിചാരവും മന്ത്രവാദവും ഒന്നും നിനക്ക് ഫലിക്കില്ല. ഹല്ലേലൂയ. സൂക്ഷിക്കണം. ഇതെല്ലാം ജഡത്തിൻ്റെ പ്രവൃത്തി. ഈ വക പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നീ ചിന്തിച്ചോ, ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിലില്ല. നീ ജഡത്തിന് നിയന്ത്രണത്തിൽ അടിമയാണ്. നീ സ്വാതന്ത്ര്യം പ്രാപിച്ചനല്ല. ഹല്ലേലൂയ. വീണ്ടും പറയുന്നു, പക. പക തോന്നുന്നുണ്ടോ അവരോടേലും? ഹല്ലേലൂയ. വിദ്വേഷം തോന്നുന്നുണ്ടോ? പിണക്കം തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ സൂക്ഷിക്കണേ. നീ ജഡത്തിൻ്റെ അടിമയാണ്, പാപത്തിൻ്റെ അടിമയാണ്. ഹല്ലേലൂയ. ആരോടെങ്കിലും പിണക്കുന്നുണ്ടോ, ആരോടെങ്കിലും പകയുണ്ടെങ്കിൽ ഇന്ന് തന്നെ ദൈവസന്നിധിയിലേക്ക് പറഞ്ഞു. ആ വ്യക്തികളോട് നിരപ്പ് പ്രാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് അരുളി ചെയ്യുക. എന്താണെന്നറിയാമോ? നിങ്ങൾ എൻ്റെ ദൈവത്തിന് വിലയേറിയവനും മാന്യനുമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും ജാരശങ്ക, ജഡത്തിൻ്റെ പ്രവൃത്തിയാക്കിയിട്ടുണ്ട്. ക്രോധം, ശാഠ്യം, ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. അടിമയാണ്, പാപത്തിൻ്റെ അടിമയാണ്. ഈ വചനമനുസരിച്ച് സ്വാതന്ത്ര്യം പ്രാപിക്കാത്ത വ്യക്തിയാണ്. ഹല്ലേലൂയ. വീണ്ടും ദ്വന്ദ്വപക്ഷം, ഭിന്നത. ഭിന്നത എന്നങ്ങ് ഭിന്നതയാണ്. സഭയിൽ ഭിന്നത, പള്ളിയിൽ ഭിന്നത, കുടുംബത്തിലും ഭിന്നത. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. നീ ജഡത്തിൻ്റെ അടിമയാണ്, പാപത്തിൻ്റെ അടിമയാണ്. ഹല്ലേലൂയ. 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 സൂക്ഷിക്കണം പ്രിയപ്പെട്ടവർ, സൂക്ഷിക്കണം. നീ അടിമയാണ്, സ്വാതന്ത്ര്യം പ്രാപിക്കാത്ത വ്യക്തിയാണ്. ഹല്ലേലൂയ. അസൂയ. അസൂയ തോന്നാറുണ്ടോ? നീ സ്വാതന്ത്ര്യം പ്രാപിക്കാത്ത വ്യക്തി, അടിമയാണ്. മദ്യപാനം. മദ്യം കഴിക്കാറുണ്ടോ? എനിക്കറിയാം, മിഡിൽ ഈസ്റ്റിലൊക്കെ
മദ്യപാനം വലിയ കുഴപ്പമില്ല എന്നുള്ള, വല്ലപ്പോഴും കുടിച്ചാലും മതിയല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഹല്ലേലൂയ. നീ അടിമയാണ്, മദ്യപാനം എന്ന പിശാചിൻ്റെ അടിമയാണ്. ഹല്ലേലൂയ. മദ്യപാനി ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കില്ല. താഴെ വരുന്നുണ്ടോ അത്? വല്ലപ്പോഴും മദ്യപിച്ച് സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിക്കല്ലേ. ഹല്ലേലൂയ. മദ്യപാനിയാണോ വല്ലപ്പോഴുമാണെങ്കിലും, നീ മദ്യപിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് ഈ സമയം ദൈവസന്നിധി തീരുമാനമെടുത്താൽ ഇവ നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ. നീ ദൈവവേദലാണ്. ഹല്ലേലൂയ. വെരിക്കൂത്ത്. ഹല്ലേലൂയ. മുതലായവ എന്ന് പറയുന്നത് ഇതെല്ലാം ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. പിശാചിൻ്റെ അടിമത്തത്തിലുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. എവിടെ നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആത്മീയ ജീവിതം? ഹല്ലേലൂയ. അത് താഴെ ഇരിക്കുന്നത്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. മനസ്സിലാകുന്നുണ്ട്? നമ്മൾ ഈ ലോക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ എന്താണ് നമ്മുടെ ആഗ്രഹം? ഈ ലോകത്തിൽ ജീവിച്ചെന്തെങ്കിലും നേടാമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവർ? കാലം കഴിയുമ്പോൾ 70 ഏറെയായാൽ 80 മാത്രം, നീളമായ സദനിച്ചാൽ കഷ്ടത മാത്രം എന്നാ പാട്ടുകാരൻ പറയുന്നത്. ഇത് കഴിഞ്ഞൊരു ജീവിതമുണ്ട്, എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിൽ കൂടിയുള്ള ജീവിതം. ഹല്ലേലൂയ. അതിനു വേണ്ടിയാണ് നമ്മളായിരിക്കുന്നത്. ഹല്ലേലൂയ.